ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോമതി ആകെ പ്രശ്നം ഉണ്ടാക്കാൻ കേട്ടോ. കേസ് പിൻവലിക്കാൻ അനുമോളോട് പറയണം, ബാലേട്ടെന്ന് പറയാം. അങ്ങനെ അനുമോളോട് ഇതൊന്നും പറയില്ല എന്ന് ബാലനും പറയാണ്. അനുമോളോട് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നീ മരിക്ക് തിരിച്ചു പോകുന്നുണ്ടോ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയെ വഴക്ക് പറയാൻ കേട്ടോ. അപ്പോൾ ആര്യനും അനുമോളും കൂടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, അമ്മേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അമ്മേ കാര്യം? ഒന്നുമില്ല. വക്കീൽ പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ മോൾ പഠിച്ചോ? അത് മാത്രം നോക്കിയാൽ മതി, അമ്മ പേടിക്കണ്ട, കോടതിയിൽ പറയാനുള്ളതല്ല ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞോളാന്ന് അനുമോൾ കേട്ടോ. അങ്ങനെ നമ്മുടെ കേസായിരിക്കും ആദ്യം വിളിക്കുക എന്ന് ആര്യൻ ഇങ്ങനെ പറയുക. അപ്പം തന്നെ വീണ്ടും നമ്മുടെ ഗോമതിക്ക് ടെൻഷനായി. ബാലൻ്റെ മുഖത്ത് ദയനീയതയോട് നോക്കിച്ചിട്ടുണ്ട്. ബാലനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ കോടതിക്കകത്തേക്ക് കയറുന്നുണ്ട്. ഇവരുടെ തന്നെയാണ് ആദ്യം വിളിക്കുന്നത്. പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് പുനഃപരിശോധിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അലോകിന് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അലോകും കോടതിയിൽ ആ ഒരു കൂട്ടിലേക്ക് കയറി നിൽക്കുകയാണ്. അനുമോളും അപ്പോൾ തന്നെ അനുമോളെ വിളിക്കുന്നുണ്ട്, അനുശ്രീയെ. അങ്ങനെ അനുമോൾക്ക് ചെറിയൊരു പതറലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ബാലൻ പറയുന്നുണ്ട്, സത്യം നിൻ്റെ ഭാഗത്താണുള്ളത്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആര്യനും പറയുന്നുണ്ട്, മോള് ധൈര്യമായിട്ട് ചെല്ല്, പറയാനുള്ളതെല്ലാം നീ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ, പതറരുത്, ധൈര്യമായിട്ട് പറഞ്ഞോ. അങ്ങനെ എല്ലാവരോടും ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഫോണും ആര്യനെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അനുമോൾ നേരെ കൂട്ടിലേക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രവിവർമ്മയ്ക്കാണ് കേട്ടോ ആദ്യത്തെ അവസരം കൊടുക്കുന്നത്. അപ്പോൾ അയാളോട് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് എണീറ്റിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഈ കോടതി അവസാനിക്കുന്ന സമയത്ത് അനുമോൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ നിന്ന് വന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ അതിൽ ചില അടിസ്ഥാനപരമായിട്ടുള്ള വൈദ്യുത്യങ്ങൾ ഇപ്പോൾ എനിക്കിവിടെ കോടതിയുടെ മുന്നിൽ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയട്ടെ കേട്ടോ. അപ്പോൾ രവിവർമ്മ പറയുന്നുണ്ട്, മോർഫ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ അലോക് അനുമോളെ കാണിച്ചു. എന്നിട്ട് നിർബന്ധിതയായിട്ട് അലോകിൻ്റെ അടുത്തേക്ക് അനുമോൾ പോകേണ്ടി വന്നു എന്നൊക്കെയാണല്ലോ അന്ന് പറഞ്ഞത്. പക്ഷേ ആ വാദം ശരിയാണെങ്കിൽ എൻ്റെ സംശയം ഇതാണ്, എന്താണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രവിവർമ്മ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് അനുമോളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും അയാൾ പറഞ്ഞിട്ട്, അന്ന് സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അലോകിൻ്റെ ഭാര്യയായത് എന്നാണ് ഈ കോടതിയിൽ ഈ പെൺകുട്ടി പറഞ്ഞത്. പക്ഷേ ഈ കേസിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇവിടെയാണ്. അനുമോൾ പേടിച്ചിരിക്കട്ടോ ഇത് കേൾക്കുമ്പോൾ. അയാൾ വീണ്ടും പറയുന്നുണ്ട്, സ്വന്തം ജീവിതം തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു അലോക്. അങ്ങനെയുള്ള ഒരാളിൻ്റെ കൂടെ ഏതെങ്കിലും പെൺകുട്ടി വിവാഹം കഴിക്കും? ഇനി തന്നെ തട്ടിക്കൊണ്ടു പോയ ആളോടൊപ്പം അയാളുടെ ഭാര്യയായി ദിവസങ്ങളോളം ആ വീട്ടിൽ കഴിയാനായിട്ട് തയ്യാറാകുമോ? അപ്പോൾ അനുമോളാകെ പേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്യുതൻ അവിടെ നിന്നുകൊണ്ട് ചിരിക്കുകയും ചെയ്യാണ്. എന്നിട്ട് വീണ്ടും വക്കീൽ പറയുന്നുണ്ട്, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കേസിൻ്റെ ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. വാദിഭാഗം പറയുന്നത് പോലെ അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ അലോകിനോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അനുശ്രീക്ക് അലോകിനോട് പകയാണുള്ളത്, പ്രതികാരം. പിന്നെ കുടുംബങ്ങൾ തമ്മിലും പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ തന്നെ അനുമോളുടെ വക്കീൽ ചാടി എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇതിപ്പോൾ വാദിയുടെ ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണല്ലോ എന്നും പറഞ്ഞു. എന്നിട്ട് അവരെ മാനസികമായി തളർത്താനായിട്ട് ഇവിടെ കോടതിയുടെ മുന്നിൽ ഓരോ വസ്തുതകളും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. പക്ഷേ ജഡ്ജി അത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ വീണ്ടും രവിവർമ്മ പറയുന്നുണ്ട്, മൈ ലോർഡ്, ഞാൻ സാക്ഷിയുടെ മൊഴിയൊന്നും വഴിതിരിച്ച് വിടുന്നതല്ല, പക്ഷേ ചില കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രവിവർമ്മ വീണ്ടും അങ്ങോട്ട് തുടങ്ങാണ്. അപ്പോൾ വീണ്ടും അനുമോളുടെ വക്കീൽ പറയുന്നുണ്ട്, യുവർ ഓണർ, സാക്ഷിയുടെ ഓരോ കാര്യങ്ങളും സാക്ഷി പറഞ്ഞ മൊഴികളും അർത്ഥസത്യങ്ങളും എല്ലാം നുണകളാക്കാനും ഒക്കെയാണ് എതിർഭാഗത്തുള്ള വക്കീൽ ശ്രമിക്കുന്നത് എന്ന് പറയാണ്. പക്ഷേ ജഡ്ജി അതൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. രവിവർമ്മയ്ക്ക് തന്നെ സംസാരിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അയാൾ വീണ്ടും പറഞ്ഞിട്ട്, അത് അങ്ങനെയാണെങ്കിലും അനുമോളുടെ അടുത്തേക്ക് എനിക്ക് സംസാരിക്കണം. എന്നിട്ട് ചോദിക്കണം, അനുശ്രീ, പ്രതിയുടെ വീട്ടിൽ നിങ്ങൾ ദിവസങ്ങളോളം താമസിച്ചിരുന്നില്ലേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ അനുമോൾ അതേ താമസിച്ചിരുന്നു എന്ന് പറയാം. ആ ദിവസത്തിൽ ഒരിക്കലെങ്കിലും പ്രതിയായ അലോകിനെതിരെ നിങ്ങൾ പോലീസിനെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? അപ്പോൾ ആദ്യമൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ അനുമോൾ. ഇത് അവിടെ നിന്നപ്പോഴൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ചോദ്യം വ്യക്തമായല്ലോ അല്ലേ? അവിടെ നിന്ന സമയത്ത് എത്രയോ ദിവസം നിങ്ങൾ അയാളുടെ വീട്ടിൽ നിന്നോ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഒരു ശ്രമമെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ നിങ്ങളെ അലോക് ആ വീട്ടിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ തന്നെ ബാലനും ആകെ ടെൻഷനായിട്ടോ, ഇനിയിപ്പോൾ കേസ് തിരിഞ്ഞു വരുമോ? അപ്പോൾ വീണ്ടും ജഡ്ജിയോട് അയാൾ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, യുവർ ഓണർ, ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലെന്നാണ് ഇപ്പോൾ സാക്ഷി മൊഴി പറയുന്നതിൽ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു വക്കീൽ പറയാനുണ്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, പ്രതിയുടെ വീട്ടിൽ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഈ പെൺകുട്ടി അവിടെ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇത് ഒരു പെൺകുട്ടി ആരോടെങ്കിലും ഒരു സഹായം തേടാതിരിക്കുമോ? അപ്പോൾ വീണ്ടും നമ്മുടെ അനുമോളുടെ വക്കീൽ ചാടി എണീറ്റിട്ട് പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇപ്പോൾ ഈ ഒരു വക്കീൽ അയാളുടെ സ്വന്തം മാത്രം അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അപ്പം
അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത് ശരി തന്നെയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം വിരുദ്ധമായിട്ട് ഒരു പെൺകുട്ടി ആ വീട്ടിൽ കഴിയുന്നത് അസ്വാഭാവികമാണ്. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം വസ്തുതകളെല്ലാം വിരുദ്ധമാണെന്ന്. ശരിയാണ്, അങ്ങനെയാണ്, വിരുദ്ധമാണ്. അപ്പോൾ വീണ്ടും അനുമോളുടെ വക്കീൽ പറയുന്നുണ്ട്, പ്രതിയായ അലോകിനെതിരെ എൻ്റെ കക്ഷി പോലീസിനെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല, എന്നാൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനുമോളുടെ വക്കീൽ അങ്ങോട്ട് പറയാട്ടോ. അപ്പോൾ നമ്മുടെ അലോകും അച്യുതനും ഒക്കെ ഞെട്ടാണ്. ഇതിനു മുമ്പ് അവൾ പരാതി കൊടുത്തിട്ടുണ്ടോ? അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഈ കേസിൻ്റെ രേഖകളിലൊപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ SHO ദിവാകരൻ നൽകിയ ഒരു സത്യവാങ്മൂലമാണിത്, ഇതൊന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് മുന്നേ അത് കൊടുക്കാനായിട്ട് അനുമോളുടെ വക്കീൽ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ വഴിയിൽ വെച്ച് വഴക്കുണ്ടാക്കുകയും അതിൽ അലോക് ഈ കുട്ടിയെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ആ പോലീസ് ഇടപെട്ട് അലോകിനെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും അന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഒന്നും ചെയ്യേണ്ട, പോട്ടെ, സാരയില്ല, വിട്ടുകളയാൻ. അപ്പോൾ ആ പോലീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ നടപടിയെടുക്കും, എന്തുണ്ടെങ്കിലും കുട്ടി എന്നെ വിളിച്ചോളണം, എന്നെ നേരിട്ട് വിളിച്ചോളണം എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ സത്യവാങ്മൂലത്തിൽ മുഴുവനും എഴുതിയിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ആയപ്പോഴത്തേക്കും അച്യുതൻ അവിടെ ആകെ പതറിപ്പോയി കേട്ടോ. അപ്പോൾ വീണ്ടും അനുമോളുടെ വക്കീൽ പറയുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ എൻ്റെ കക്ഷി എങ്ങനെയാണ് പ്രതിയുടെ വീട്ടിൽ കംഫർട്ടായിട്ട് ജീവിച്ചു എന്ന് ഈ വക്കീൽ പറയുന്നത്? ഒരിക്കലും തെറ്റല്ല. പിന്നെ ഒരു സമാധാനമില്ലാതെ തന്നെയാണ് ആ കുട്ടി അവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ എതിർഭാഗത്തും അലോകിൻ്റെ വക്കീൽ പറയാണ്, അതുകൊണ്ട് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയാൻ പറ്റുമോ? എന്നാലും പറ്റൂല. പ്രതിയുടെ വീട്ടിൽ താമസിച്ചത് ആ ബന്ധത്തിൻ്റെ സ്വാഭാവിക തുടർച്ച മാത്രമാണ്. അപ്പോൾ എതിർഭാഗം അനുമോളുടെ വക്കീൽ പറയാം, അങ്ങനെയൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വ്യക്തമായ എന്തുകൊണ്ടാണ് അവിടെ കഴിയേണ്ട കാരണമെന്ന് കോടതിന് മുന്നിൽ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അത് പ്രണയം കൊണ്ടല്ല, ഭയം കൊണ്ടാണ് ആ കുട്ടി അവിടെ താമസിച്ചത്. പ്രതിയുടെ ഭീഷണിക്ക് മുന്നിൽ സ്വന്തം കുടുംബത്തിന് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നിർബന്ധിതയായതാണ് അവൾ. അത് മാത്രമാണ് സത്യം എന്ന് അനുമോളുടെ വക്കീൽ തകർത്തങ്ങോട്ട് പറയാണ്. വീണ്ടും രവിവർമ്മ പറയാനുണ്ട്, വാദിഭാഗം പറയുന്നത് അനുശ്രീയുടെ ജീവിതം തകർക്കാനായിട്ട് അലോക് ശ്രമിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കോടതിയുടെ മുന്നിലെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് ഇയാൾ ആ ഒരു സത്യം വിളിച്ച് പറയുന്നത്, പ്രതിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അനുമോൾക്ക് വസ്ത്രങ്ങൾ വാങ്ങി, അതും 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത്. സ്നേഹമില്ല ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ വാങ്ങിയത്, അതിൻ്റെയൊക്കെ ബില്ലുകളാണ് ഇവിടെ ഇരിക്കുന്നത്, ഇതെല്ലാം ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞ് അതും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അനുമോളുടെ വക്കീൽ വീണ്ടും എണീറ്റെന്ന് പറഞ്ഞിട്ട്, വലിയൊരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് ചില സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തതുകൊണ്ട് ആ കുറ്റകൃത്യം ഇല്ലതാകുമോ എന്നിങ്ങനെ അപ്പോൾ വക്കീലും ചോദിക്കുകയാണ്. പ്രതിയുടെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ കക്ഷി നന്നായിട്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക, പക്ഷേ അതുകൊണ്ട് പ്രതി ചെയ്ത കുറ്റം കുറ്റമല്ലാതാകുന്നില്ലല്ലോ എന്ന് ചോദിക്കണം. അപ്പോൾ ജഡ്ജി തലയാട്ടം കേട്ടോ, അതൊക്കെ ശരിയാണെന്ന്. എന്നിട്ട് വീണ്ടും അനുമോളുടെ വക്കീൽ പറഞ്ഞിട്ടുണ്ട്, പ്രതിഭാഗം പറയുന്നത് പോലെ എൻ്റെ കക്ഷിക്ക് ആ വീട്ടിൽ ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയും പേടിച്ചുമാണ് അവിടെ ജീവിച്ചിട്ടിരുന്നത്. ശരിക്കും അലോകിന് എൻ്റെ കക്ഷി ഒരു ഭാര്യയായിരുന്നില്ല, ജീവിത പങ്കാളിയായിരുന്നില്ല. ദേവമംഗലത്തോടുള്ള വർഷങ്ങളായിട്ടുള്ള പക തീർക്കാനുള്ള ഒരു ആയുധം മാത്രമാണ് ഈ അനുശ്രീ എന്ന് പറയുന്നത്. ആ പക തീർക്കാൻ വീണ്ടും വീണ്ടും അനുശ്രീ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. അതാണ് യഥാർത്ഥ സത്യം എന്നും. അനുശ്രീയോട് അലോക് ചെയ്തെല്ലാം ഏറ്റവും ഹീനമായ കാര്യം തന്നെയാണ്. സ്വന്തം അച്ഛന് മുന്നിൽ, സഹോദരന്മാരുടെ മുന്നിൽ അനുശ്രീ അലോക് മനഃപൂർവ്വം തന്നെ പലതവണ അപമാനിച്ചിട്ടുണ്ട്. ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട ബഹുമാനമോ ഒരു സ്ത്രീക്ക് നൽകേണ്ട പരിഗണനയോ ഒന്നും എൻ്റെ പ്രതി ഈ കക്ഷിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രതിയുടെ വീട്ടിൽ താമസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അത് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യമാണെന്ന് എൻ്റെ അർത്ഥത്തിലാണ് ഈ പ്രതിഭാഗം വക്കീൽ ആരോപിക്കുന്നത് എന്ന് അനുമോളുടെ വക്കീൽ തകർത്തങ്ങോട്ട് പറയാനുണ്ടോ. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, യുവർ ഓണർ, എൻ്റെ കക്ഷി സ്വന്തം കുടുംബത്തിന് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അലോകിനൊപ്പം അവിടെ താമസിക്കേണ്ടി വന്നത്. അതൊരിക്കലും ഒരു ഭാര്യയുടെ ജീവിതമേ ആയിരുന്നില്ല, ഒരു തടവുകാരുടെ ജീവിതം മാത്രമായിരുന്നു. പ്രതിഭാഗം ആ സത്യത്തെ മറച്ചു വയ്ക്കാനുള്ള ശ്രമം മാത്രമാണ് ഈ കോടതിയുടെ മുന്നിൽ നടക്കുന്നത്. യുവർ ഓണർ എന്നും പറയുന്നതുകൊണ്ട് മറ്റേ വക്കീലങ്ങോട്ട് ചാടി എണീക്കുക കേട്ടോ, രവിവർമ്മ. പക്ഷേ ജഡ്ജി ഒന്നും അനുവദിക്കുന്നില്ല. അവിടെ പോയി മിണ്ടാതിരിക്കാൻ പറയാം കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും രണ്ടിടത്ത് പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഏകദേശമൊക്കെ കോടതിയിൽ വാദങ്ങളെല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലോകിനോട് ഉടനെ തന്നെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, അലോക്, ഈ കോടതിയോട് തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അലോക് കുറച്ച് നേരം ഒന്ന് ആലോചിക്കുകയാണ്. അനുമോളെയും എല്ലാവരും ഒന്ന് നോക്കണം. അലോകിൻ്റെ മുഖം കരഞ്ഞതുപോലെ ആയിട്ടോ. അലോക് അച്ഛനെ അവസാനമായിട്ടൊന്ന് നോക്കണം. എന്നിട്ട് കോടതിയുടെ മുന്നിലേക്ക് പറയാണ്, അനുശ്രീ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യം തന്നെയാണ്, അതിൽ ഒരു മാറ്റവുമില്ല. പിന്നെ തെറ്റ് ചെയ്തത് മുഴുവനും ഞാനാണ്.
ഞാൻ ചെയ്ത തെറ്റിന് ഈ കോടതി എന്ത് ശിക്ഷ തന്നാലും അതനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ തുറന്നങ്ങോട്ട് പറയാണ് കേട്ടോ അലോക്. അത് കേൾക്കണതും നമ്മുടെ അലോകിൻ്റെ വക്കീൽ രവിവർമ്മ ചാടി എണീറ്റിട്ട് പറയുക, യുവർ ഓണർ, കഴിഞ്ഞ കുറേ നാളായി എൻ്റെ കക്ഷി മാനസികം ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ ആയിട്ട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ മാനസികാവസ്ഥ പോലും സ്ഥിരതയല്ല. അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ചില സാക്ഷികളെ കൂടെ എനിക്ക് വിസ്തരിക്കണം. അതിനായിട്ട് ഈ കോടതി അനുവദിക്കണമെന്ന് അയാൾ പറയാട്ടോ. അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട്, മിസ്റ്റർ രവിവർമ്മ കുറ്റം ചെയ്ത അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം സ്വന്തമായിട്ട് എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ പുതിയൊരു കേസും പുതിയൊരു തെളിവും കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. കുറ്റം ചെയ്ത ആളിനെ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണെന്ന് ചോദിക്കണം. പിന്നെ അതിനും പുറമെ ഇനിയൊരു സാക്ഷിമൊഴിയെ കൊണ്ടുവന്ന് ഇവിടെ വിസ്തരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് അവസാനിക്കുകയാണെന്ന് പറയാണ് കേട്ടോ. അപ്പം അയാളോട് അവിടെ ഇരിക്കാനും പറയാണ്. അത് അപ്പോൾ പിന്നെ ഇനി ശിക്ഷ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. അവിടെ അച്യുതൻ ആകെ മനസ്സ് തകർന്നു പോയി. അവസാനം അനുശ്രീയോട് ചോദിക്കുന്നുണ്ട്, അനുശ്രീ, നിങ്ങൾക്ക് ഈ കോടതിയുമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? തുറന്നു പറഞ്ഞോളൂ, ഒന്നുകൊണ്ട് പേടിക്കേണ്ടതെന്ന് പറയാൻ കേട്ടോ. അപ്പം അനു കുറച്ച് നേരം ഒന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ആകെ ടെൻഷൻ. എന്നിട്ട് അനുമോൾക്ക് എന്ത് അച്ഛനെയൊക്കെ നോക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, സർ, എനിക്ക് ഈ കേസ് പിൻവലിക്കണമെന്ന് പറയാം. അത് കേൾക്കണതും ഗോമതിയും ബാലനും ആര്യനും ഒക്കെ ആകെ ടെൻഷനായിട്ടോ. എനിക്ക് ഈ കേസ് പിൻവലിക്കണം, എനിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറയും. അത്രയും കേൾക്കുമ്പോൾ തന്നെ അലോക പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. പക്ഷേ ആര്യൻ ചാടി എണീറ്റ്, അനു, നീ എന്താടി ചെയ്യുന്നതെന്ന്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട്, കേസ് പിൻവലിക്കരുത്, അനു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ബാലനും ഗോമതി കൂടെ ഇത് കോടതിയാണ് മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ പിടിച്ച് വലിച്ച് അവിടെ ഇരുത്താണ്. പക്ഷേ നമ്മുടെ അലോക അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അലോകാണെങ്കിൽ മൊത്തം സങ്കടം കൊണ്ടങ്ങ് പൊട്ടി തകർന്നു പോയി. അപ്പം ബാലൻ പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. തലേദിവസം രാത്രി കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോള് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെയാണ് കോടതിയിൽ പ്രധാനപ്പെട്ട ഭാഗം നടക്കുന്നത്. അലോകിന് ശിക്ഷ കിട്ടും. എന്താ മോളെ, ടെൻഷനുണ്ടോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. അന്ന് അച്ഛൻ സോഷ്യൽ മീഡിയയിൽ ലൈവൊക്കെ പോയപ്പോൾ തന്നെ എനിക്ക് ആ പേടിയെല്ലാം മാറിയല്ലോ. പിന്നെ എന്താ മോൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? അല്ല, നാളെ ഞാൻ കോടതിയിൽ എന്ത് പറഞ്ഞാലും അത് അച്ഛൻ അംഗീകരിക്കുമല്ലോ എന്ന് ചോദിക്കാം കേട്ടോ. ബാലൻ പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ തീരുമാനമാണ് അവിടെ പറയുന്നത്, അത് അച്ഛൻ അംഗീകരിക്കുമോ? പിന്നീട് എന്നോട് പിണക്കോ ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. മോള് ശരിയായിട്ടുള്ളൊരു തീരുമാനം മാത്രമേ എടുക്കുള്ളൂ എന്ന് എനിക്കറിയാം. അച്ഛൻ ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ് എന്ന് തലേ ദിവസം അനുമോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന കാര്യം ബാലൻ ആലോചിക്കുക കേട്ടോ. ബാലൻ അപ്പോൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്, സംശയം വേണ്ട, നീ പറയുന്ന കാര്യങ്ങൾ അച്ഛൻ അംഗീകരിച്ച് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ബാലന് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതായിരുന്നു അവളുടെ ഉദ്ദേശമെന്ന്. കാരണം മുത്തശ്ശി അമ്മയോട് പറയുന്ന കാര്യങ്ങളെല്ലാം അനുമോൾ കേട്ടു. ആ നേരം മുതൽ അനുമോളുടെ മനസ്സ് ചാഞ്ചാടി തുടങ്ങിയതാണല്ലോ, ആരോടും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അവസാനം കോടതി ചോദിക്കുന്നുണ്ട്, അനുശ്രീ, ഈ കേസ് പിൻവലിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണോ, അതോ വേറെ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഇല്ല, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല, ആരും എന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമാണെന്ന് പറയാം. അപ്പോൾ വീണ്ടും കോടതി ചോദിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്? ആര്യനാണെങ്കിൽ അവിടെ ദേഷ്യം, വീണ്ടും ആരെയും ചാടി എണീറ്റ് പ്രശ്നം ഉണ്ടാക്കുക കേട്ടോ. പിന്നെ ആര്യനെ ബലമായിട്ട് അവിടെ പിടിച്ച് തിരുത്താണ് നമ്മുടെ ആരാണ് ബാലൻ. പക്ഷേ ഈ വക്കീലിന് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം അലോകിന് ശിക്ഷ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അയാൾ ശരിക്കും പറഞ്ഞാൽ തോറ്റു തൊപ്പിയെടുത്തിരിക്കുകയാണ്. അനുമോളുടെ ഒറ്റ ഇതുകൊണ്ടാണ് ശിക്ഷ കിട്ടാത്തത്. പക്ഷേ അത് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മുടെ അനുമോളോട് കോടതി ചോദിക്കുന്നുണ്ട്, എന്താണ് കാരണം നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ തോന്നേണ്ട കാര്യം, അത് തുറന്നു പറഞ്ഞോളൂ എന്ന് പറയാം. അപ്പോഴാണ് അനുമോൾ പറയുന്നത്, അലോക് ചെയ്തത് മുഴുവൻ തെറ്റുകളും അലോക് ഇവിടെ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റുകളെല്ലാം തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. അത് അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം ഞാൻ അയാളോട് ക്ഷമിച്ചു എന്നല്ല. എൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും എനിക്ക് അലോകിനോട് ക്ഷമിക്കാനോ ഒന്നിനും പൊറുക്കാനോ ഒന്നിനും പറ്റില്ല. അതൊക്കെ എന്നും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും. പക്ഷേ കേസ് മാത്രം പിൻവലിക്കാം എന്നത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ എന്നിങ്ങനെ നമ്മുടെ അനുമോള് പറയണം കേട്ടോ. ഈ കേസിൽ 2 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അലോക് ശിക്ഷിക്കപ്പെട്ടാൽ കുടുംബത്തിലുള്ളവർ വേദനിക്കും. അത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ കേസ് പിൻവലിക്കാൻ തയ്യാറായത് എന്നിങ്ങനെ പറയാം. വീണ്ടും നമ്മുടെ ആര്യൻ ചാടി എണീറ്റുണ്ട്, അനു, നിൻ്റെ തീരുമാനം തെറ്റാണ്, ഈ കേസ് പിൻവലിക്കരുത്, അവന് ശിക്ഷ കിട്ടണം. വീണ്ടും നമ്മുടെ ബാലനും ഗോമതിയൊക്കെ ആര്യ ഒന്ന് സമാധാനപ്പെട്ടെന്ന് പറഞ്ഞ് പിടിച്ച് അടക്കി ഇരുത്താനാട്ടോ. അവിടെ നമ്മുടെ അച്യുതൻ ഭയങ്കര എന്തോ ജയിച്ചതുപോലെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആര്യനെയും നോക്കുകയാണ്. വക്കീലിനാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റേ വക്കീലിന് ദേഷ്യമുണ്ട്. കാരണം നമ്മുടെ അനുമോളുടെ കേസ് ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ട് അവസാനം അനുമോൾ കാലം ഇട്ട് ഉടച്ചു കളഞ്ഞല്ലോ എന്നുള്ളൊരു രീതിയാണ് കേട്ടോ. അങ്ങനെ
കോടതി അവസാനം പറയുന്നുണ്ട്, വാദിയായി അനുസരിച്ച് യാതൊരു സമ്മർദ്ദത്തിന് വിധേയമാകാതെ ഈ കേസ് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ വാദിയുടെ അപേക്ഷയെല്ലാം ഈ കോടതി പരിഗണിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാദിയുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ട് ഈ പരാതി പിൻവലിക്കാൻ കോടതി അനുമതി നൽകുന്നു. ദ പെറ്റീഷൻ ഈസ് അലൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പിരിയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കിനും വക്കീലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. വക്കീൽ വന്ന് അനുമോൾക്ക് നല്ല വഴക്ക് കൊടുക്കണം കേട്ടോ. എന്താ അനുമോളെ എങ്ങനെയൊക്കെ ചെയ്തത്? ഇതുവരെ കൊണ്ട് അവസാനിപ്പിച്ചില്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനായിരുന്നു നിങ്ങൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്? എന്നെ വെറുതെ നാണം കെടുത്തണ്ടായിരുന്നു കേട്ടോ. അനുമോളുടെ മനസ്സിൽ ആയിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അപ്പോഴത്തേക്കിന് ബാലൻ വന്ന് വക്കീലിനോട് പറയുന്നുണ്ട്, അത് വക്കീലെ ബാലേട്ടാ, ഇത് പുഷ്പം പോലെ ജയിക്കുമായിരുന്നു. ഇതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരുമായിരുന്നു. എന്നിട്ടും ഇങ്ങനെയൊന്നും ചെയ്തത് ശരിയായില്ല, വളരെ മോശമായിപ്പോയി കേട്ടോ എന്ന് പറയാം. വക്കീൽ അത് പിന്നെ അനുമോള് എന്നും പറഞ്ഞുകൊണ്ട് അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. പക്ഷേ വക്കീലിനെ ദേഷ്യം പിടിച്ച് വക്കീൽ ഒരു പോക്കങ്ങ് പോകണുണ്ട് കേട്ടോ. അച്ഛൻ എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ. അനുമോള് ആരിന് ദേഷ്യം വരണോ? നീ എന്തടി കാണിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അനുവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുക കേട്ടോ. ആര്യൻ്റെ മുഖത്ത് നോക്കാൻ പേടിച്ച് പറിച്ച് നിൽക്കാൻ എപ്പിസോഡ് തീർന്നു കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്